പാലക്കാട് വാശിയേറിയ ഒരു പോരാട്ടം നടക്കാൻ പോവുകയാണ്. ഒപ്പീനിയൻ എന്താണ് ഇത്തവണത്തെ? ഇത്തവണത്തെ ഒപ്പീനിയൻ എന്ന് പറയുന്നത്, ഞാൻ ജനിച്ചു വന്നതേ പാലക്കാടാണ്. പക്ഷെ ഇവിടെ വലുതായിട്ടൊരു മാറ്റമോ ഒന്നും വന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. ഇന്നുവരെ അങ്ങനത്തെ ഒരു മാറ്റം ഇവിടെ ഫീൽ ചെയ്തിട്ടില്ല. ഇല്ല. ഇപ്പൊ ഈ പാലക്കാട് ഒരു വലിയ മത്സരം, ആവേശകരമായ മത്സരം നടക്കുന്നത് ശോഭാ സുരേന്ദ്രൻ ഇവിടെ BJP സ്ഥാനാർത്ഥിയായതിന്റെ പേരിലാണ്. എങ്ങനെയാണ് അവരോടൊക്കെയുള്ള ഒരു താല്പര്യം നിങ്ങൾ എങ്ങനെയാണ്? നമ്മൾ പല പാർട്ടികളുടെയും പൊളിറ്റീഷ്യൻസ് എല്ലാം കണ്ടു. പക്ഷെ വലിയ രീതിയിൽ പാലക്കാടിൽ ഒരു ചേഞ്ചസ് വന്നതും ഈ ചെറുപ്പം തൊട്ടേ ഈ പാലക്കാടിൽ ഇരുന്നോണ്ട് എനിക്ക് വലുതായി ഫീൽ ചെയ്തിട്ടില്ല. പക്ഷെ ഒരു സ്ത്രീ എന്നതുകൊണ്ട് മാത്രമല്ല, ഇവര് വന്ന് നമുക്ക് പലതരത്തിലുള്ള ചേഞ്ചസ് വരുത്തുമെന്ന് എനിക്ക് ഒന്ന് ഫീൽ ചെയ്തു. അതുകൊണ്ട് തന്നെ എന്റെ വോട്ട് എന്തായാലും ഇത്തവണ ശോഭാ സുരേന്ദ്രൻ തന്നെ ആയിരിക്കും. നമ്മുടെ പുതിയ തലമുറ, പ്രത്യേകിച്ച് ജെൻസി കിഡ്സ് കേരളത്തിൽ മാറി ചിന്തിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. അതെ, പ്രതീക്ഷിക്കുന്നുണ്ട്. ഇപ്പൊ എല്ലാവരും തന്നെ മാറി ചിന്തിക്കാൻ തുടങ്ങി. കാരണം എല്ലാവർക്കും ഡെവലപ്ഡ് കൺട്രീസ് ആണ് എല്ലാവർക്കും വേണ്ടത്. അതുകൊണ്ട് തന്നെ മാറ്റി ചിന്തിക്കുമെന്നാണ് എന്റെ ഒരു ഒപ്പീനിയൻ. ഇപ്പോ നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാലക്കാട് ഇലക്ഷൻ പ്രചരണവുമായി ബന്ധപ്പെട്ടുകൊണ്ടൊക്കെ വരുന്നുണ്ട്. മോദിയെ കണ്ടിട്ടുണ്ടോ? ഇല്ല. എന്താണ് അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് എന്താ അഭിപ്രായം? നല്ല അഭിപ്രായമാണ്. പിന്നെ അവർ ജനങ്ങളുടെ ഇടയിലോട്ട് ഇറങ്ങി ചിന്തിക്കുന്ന ഒരാളാണ് നരേന്ദ്രമോദി ആയിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. പിന്നെ അതുപോലെ ഇപ്പൊ ഒരു വാറൊക്കെ നടന്നപ്പോൾ നമ്മുടെ കേരളത്തിനും ഇന്ത്യയിലും ഒന്നും അധികം എനർജി ലോക്ക്ഡൌൺ എന്ന കാര്യം നമ്മളെ ഒന്നും എഫക്ട് ചെയ്തിട്ടില്ല. അതിന്റെ മെയിൻ റീസൺ എനിക്ക് മോദി മറ്റു കൺട്രീസ് ആയിട്ടൊരു നല്ലൊരു റിലേഷൻഷിപ്പ് കൊണ്ടുപോയതായിട്ടാണ് എനിക്ക് തോന്നിയത്. അങ്ങനെയാണ് ഫീലിംഗ് അല്ലേ? അപ്പോ ഇവിടെ കേരളത്തിൽ മാറ്റം ഉണ്ടാകണം, പ്രത്യേകിച്ച് പാലക്കാട് ശോഭാ സുരേന്ദ്രൻ വിജയിക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത്. അതെ, ശോഭാ സുരേന്ദ്രൻ വിജയിക്കണം എന്ന് തന്നെ ആഗ്രഹിക്കുന്നത്. നമസ്കാരം. പേരെന്തായിരുന്നു? ദിവ്യ. പാലക്കാട് നിയോജക മണ്ഡലത്തിൽ വോട്ടറല്ലേ? അതെ അതെ. എങ്ങനെയുണ്ട് ചേച്ചി ഇവിടുത്തെ ഇലക്ഷൻ ചൂട്? എങ്ങനെയുണ്ട്? ആർക്കാണ് സാധ്യത? ഏത് പാർട്ടിക്കാണ് സാധ്യത? എന്താ സംശയം? ശോഭ ചേച്ചിക്ക് തന്നെ. അങ്ങനെ പറയാൻ കാരണം എന്താ? ശോഭ ചേച്ചിനെ മറികടക്കാൻ വേറെ ആർക്കും കഴിയില്ല എന്നാണ് ഇപ്രാവശ്യത്തെ ജനങ്ങളുടെയും എല്ലാം കൂടെ നമുക്ക് നോക്കി കാണുമ്പോൾ അങ്ങനെ കാണാൻ കഴിയണേ. കേരളത്തിൽ ഭരണവിരുദ്ധ വികാരം ഉണ്ടെന്ന് തോന്നുന്നുണ്ടോ? തീർച്ചയായും. അപ്പൊ പാലക്കാട് BJPക്ക് അനുകൂലമാണെന്നാണ് പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായും 100% അങ്ങനെയാണ്. ശോഭ ചേച്ചി തൂക്കും. പാലക്കാട് എടുക്കും. പിന്നെ ഉറപ്പ്. എല്ലാവരും ഓരോ സിനിമ ഫീൽഡ്, ഓരോ ഫീൽഡിൽ നിന്ന് വന്നവര്. ഇവര് ഈ രാഷ്ട്രീയം ഈ BJPയിൽ നിന്ന് മാത്രം ഉയർന്നു വന്നതാണ്. കുറെ അടികൊണ്ടും കുറെ ചവിട്ടിത്തഴുത്തിയും കുറെ എല്ലാവരുടെയും ഇതെല്ലാം അടിച്ചമർത്തപ്പെട്ടിട്ട് അവർ ഉയർന്നെഴുന്നേറ്റ് വന്നതാണ്. കുറെ കാലങ്ങളായിട്ട് BJPക്കായി പ്രവർത്തിച്ചിട്ടുള്ള ആളാണ്. അപ്പൊ എന്തായാലും 100% ഉറപ്പാണ് ശോഭ ചേച്ചി തന്നെ ജയിക്കുന്നത്. ജയിക്കും. ചേച്ചി എങ്ങനെയാണ് ചേച്ചി? ജയിക്കും ശോഭ ചേച്ചി, ഉറപ്പ്. ഉറപ്പ്. ചേച്ചി ഇപ്പോ ഈ കേരളത്തിൽ BJP ഏറ്റവും വലിയ രീതിയിൽ എല്ലാ തവണയും പ്രതീക്ഷ വെക്കുന്ന ഒരു മണ്ഡലമാണല്ലോ പാലക്കാട്. പക്ഷെ റിസൾട്ട് വരുന്ന സമയത്ത് BJP പരാജയപ്പെടുന്ന സാഹചര്യം ഉണ്ടാവാറുണ്ട്. ഇത്തവണ വീണ്ടും അങ്ങനെ സാഹചര്യം ഉണ്ടാവും? അങ്ങനെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മള് വോട്ടിംഗ് ശതമാനം കൂട്ടി വരുന്നുണ്ട്. അങ്ങനെ തന്നെ മുന്നേറാൻ പറ്റുള്ളൂ. അപ്പൊ എന്തായാലും ഇപ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യം വളരെ കുറച്ച് വോട്ടിനാണല്ലോ പോയത്. സെക്കൻഡ് സ്ഥാനത്താണ് ഉള്ളത്. ഇപ്രാവശ്യം എന്തായാലും ഫസ്റ്റ് ആവുന്നുള്ളത് 100% ഉറപ്പാണ്. ചേച്ചിക്ക് വേണ്ടി വീടുകളിൽ വോട്ട് തേടി പോകാറുണ്ടോ? പിന്നെന്താ, തീർച്ചയായും. ജനങ്ങളുടെ പ്രതികരണങ്ങൾ എന്താ? നല്ല സപ്പോർട്ടാണ്. അതിന്റെ മാറ്റം ഇപ്പൊ നമ്മൾ ഈ മുനിസിപ്പാലിറ്റി തെരഞ്ഞെടുപ്പിൽ കണ്ടിട്ടുണ്ടല്ലോ. ഏകദേശം ഒട്ടുമിക്ക പഞ്ചായത്തുകളും നമ്മൾ BJP ജയിച്ചതായി കാണുന്നുണ്ട്. അപ്പൊ എന്തായാലും നല്ലൊരു മാറ്റം ഇപ്രാവശ്യം ഉണ്ടാവും, ഉറപ്പാണ്. പാലക്കാടത്തെ ജനങ്ങൾ അനുഭവിക്കുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ എന്തെങ്കിലും ഈ MLA-മാരുടെ ഭാഗത്തു നിന്നുള്ള ഒരു സഹകരണമില്ലാതെ വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? നമ്മള് കാണുന്നുണ്ടല്ലോ, ഇപ്പൊ തന്നെ ലൈവായിട്ട് നമ്മള് മറ്റുള്ള പാർട്ടിയുടെ MLA-മാരുടെ ഓരോ പ്രതികരണങ്ങളൊക്കെ കാണുന്നുണ്ടല്ലോ. എന്തായാലും നമ്മളുടെ ഭരണം മുന്നോട്ട് വന്നാൽ ഒരിക്കലും ഇങ്ങനെയൊന്നും ആയിരിക്കില്ല. തികച്ചും വ്യത്യസ്തമായ ഒരു ഭരണമായിരിക്കും കാഴ്ചവെക്കുക എന്നുള്ളതിൽ ഒരു സംശയമില്ല, ഉറപ്പാണ്. പാലക്കാട് BJP വിജയിക്കും, ശോഭാ ചേച്ചി വിജയിക്കും. തീർച്ചയായും ശോഭ ചേച്ചി ഇപ്രാവശ്യം ജയിക്കും. അല്ലെങ്കിൽ നമ്മൾ അതിനാണല്ലോ എല്ലാരും കൂടെ ജയിപ്പിക്കും. നമസ്കാരം. നമസ്കാരം. പേരെന്തായിരുന്നു? എന്റെ പേര് സുമിത. ഞാൻ മേലാർകോട് വില്ലേജിൽ നിന്ന് വരുന്നു. ചേച്ചി, ഇപ്പോ ഈ ശോഭാ സുരേന്ദ്രൻ പാലക്കാട് രണ്ടാമത്തെ വട്ടമാണ് മത്സരിക്കുന്നത്. എന്താണ് സാധ്യതകൾ? എങ്ങനെയാണ്? ചേച്ചിക്ക് വിജയ സാധ്യതയുള്ളത്. വിജയിച്ചു ചേച്ചി. ഇനിയിപ്പോ അതിൽ ചോദിക്കാനൊന്നുമില്ല. വിജയിച്ചു കഴിഞ്ഞു. നിങ്ങൾ ഇത് ചോദിച്ചത് തന്നെ തെറ്റാണ്. ഞങ്ങൾ ഉറപ്പിച്ചു കഴിഞ്ഞതാണ്. ചേച്ചിയുടെ വിജയം ഞങ്ങൾ ഉറപ്പിച്ചാണ്. കഴിഞ്ഞ വട്ടം ഇവിടുത്തെ BJP സ്ഥാനാർത്ഥി ഇതുപോലെ തന്നെയാണ് പറഞ്ഞത്. പക്ഷെ അവസാനം BJP പരാജയപ്പെട്ടു. ഇല്ല, ഇപ്രാവശ്യം അതുപോലെയല്ല. എല്ലാം മാറിയില്ലേ? ഇപ്പൊ ജനങ്ങൾക്ക് എല്ലാവർക്കും അറിവുണ്ട്. അപ്പൊ അതനുസരിച്ചിട്ട് നിൽക്കും. അതുകൊണ്ട് ശോഭ ചേച്ചി ജയിച്ചു. ഇനി ജയിച്ചു എന്ന് ചോദിക്കണ്ട, ജയിച്ചു. ഈ പാലക്കാട് മുനിസിപ്പാലിറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ പിരായിരി, മാത്തൂര്, കണ്ണാടി പോലെയുള്ള പഞ്ചായത്തുകളിൽ BJPക്ക് ഈ പറയുന്ന ഒരു അപ്രമാദിത്യം പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ ഉള്ളതുപോലെ ഇല്ല.
അപ്പോ ഇവിടെ എന്തെങ്കിലും ഒരു മാറ്റത്തിന് ഇത്തവണ സാധ്യതയുണ്ടോ? ഇത്തവണ തീർച്ചയായും മാറ്റം മാത്രമേ ഉള്ളൂ. നമ്മൾ BJP എന്ന് പറഞ്ഞാൽ മാറ്റമാണ്, മൊത്തം മാറ്റമാണ് നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത്. അതുകൊണ്ട് എന്തായാലും നല്ലൊരു മാറ്റമാണ് എല്ലാ പഞ്ചായത്തിലും. ഇപ്പൊ പാലക്കാട് മാത്രമല്ല, ചെറിയ മുനിസിപ്പാലിറ്റി, ഞങ്ങൾ ആലത്തൂർ നിയോജക മണ്ഡലമായാലും ഞങ്ങൾ നല്ലപോലെ മാറാൻ തന്നെ തീരുമാനിച്ച് ജനങ്ങൾ എല്ലാവരും ഉറപ്പിച്ചിരിക്കുന്നു. ഒറ്റക്കെട്ടായി തീരുമാനം എടുത്തിട്ടുണ്ട്. നമസ്കാരം. പേരെന്തായിരുന്നു? നീതു. പാലക്കാടാണോ സ്ഥലം? അതെ. ചേച്ചി, ഇവിടെ വാശിയേറിയ പോരാട്ടമാണല്ലോ ഇത്തവണ. എങ്ങനെയുണ്ട് ഇവിടുത്തെ രാഷ്ട്രീയ ചൂട്? എങ്ങനെയാണ്? നല്ല ചൂടുണ്ട്, കുഴപ്പമില്ല. ഇലക്ഷൻ ഇവിടെ BJPക്ക് വല്ല സാധ്യതയുണ്ടോ? സാധ്യതയുണ്ട്. BJP ജയിക്കുമെന്ന് എല്ലാ വട്ടവും പറയുന്നുണ്ട്. ഇത്തവണ നടക്കുമോ? നടക്കുമെന്നാണ് വിശ്വാസം. കാരണം ശോഭ ചേച്ചിയല്ലേ, നടക്കും. ശോഭാ സുരേന്ദ്രൻ അതിന്റെ പേരിലാണ്. അതെ. അടിപൊളിയല്ലേ, അടിപൊളിയല്ലേ. ജയിക്കും, ജയിച്ചിരിക്കും, ഉറപ്പാണ്. ജയിപ്പിക്കും. അതിനല്ലേ ഞങ്ങളൊക്കെ ഇവിടെ ഉള്ളത്. തീർച്ചയായും അദ്ദേഹത്തിന്റെ ഒരു പ്രവർത്തന കാര്യങ്ങളിൽ ഇറങ്ങുന്നുണ്ടോ നിങ്ങള്? ഇറങ്ങുന്നുണ്ട്. ഞങ്ങള് വർക്കുള്ളത് കൊണ്ട് ഒഴിവ് സമയത്ത് ഞങ്ങൾ ഇറങ്ങുന്നുണ്ട്. തീർച്ചയായും ശോഭ ചേച്ചി ജയിക്കും. ജനങ്ങളുടെ പ്രതികരണം എന്താണ്? ഇപ്രാവശ്യം ശോഭ ചേച്ചിയാണെന്ന് എല്ലാവരും പറയണത്. എല്ലാവരും ഒരു മാറ്റം പ്രതീക്ഷിക്കുന്നുണ്ട്. ശോഭ ചേച്ചി ജയിക്കുമെന്ന് ഉറപ്പാണ്. ജയിക്കും ശോഭ ചേച്ചി. പിഷാരടി ഇവിടെ UDFന്റെ സ്ഥാനാർത്ഥിയാണല്ലോ, എന്താണ് അദ്ദേഹത്തെ പറ്റിയുള്ള അഭിപ്രായം? പിഷാരടിയെ പറ്റി വലിയ അഭിപ്രായമൊന്നുമില്ല. നമ്മൾക്ക് ശോഭ ചേച്ചിയാണ് അടിപൊളി. UDFന്റെ സ്ഥാനാർത്ഥിയെ അറിയുമോ? എനിക്കറിയില്ല. എല്ലാ വട്ടവും ജയിക്കുമെന്ന് പറയാറുണ്ട്, പക്ഷെ അവസാന ഘട്ടത്തിൽ പരാജയപ്പെടുന്ന സാഹചര്യം. ഇപ്രാവശ്യം വിശ്വാസമുണ്ട്, ജയിക്കും. ജനങ്ങൾക്ക് ഒരു മാറ്റം വേണമെന്ന് ആഗ്രഹമുണ്ട്. തീർച്ചയായും ജയിക്കും. പിണറായി വിജയൻ സർക്കാരിനെ പറ്റി എന്താണ് അഭിപ്രായം? വളരെ മോശം അഭിപ്രായമാണ്. ഭരണം പോരാ. 100-ൽ എത്ര മാർക്ക് കൊടുക്കും? 100-ല് മാർക്ക് എത്ര കൊടുക്കാം? ഏറ്റവും കുറവാണ്, ഏറ്റവും കുറവാണ്. ജനങ്ങൾക്ക് ഉപകാരപ്രദമാവുന്ന കാര്യങ്ങൾ ഇല്ല എന്നാണ് പറയുന്നത്. തീർച്ചയായും നമുക്ക് ഒരു ഉപകാരവും ഇല്ല. അതുകൊണ്ട് ഭരണം പോരാ. ചേച്ചി നമസ്കാരം. നമസ്കാരം. എങ്ങനെയുണ്ടായിരുന്നു മോദിജിയുടെ പരിപാടി? എങ്ങനെയുണ്ടായിരുന്നു? മോദിജിയുടെ പരിപാടി ഉഷാറായി. എല്ലാവരും പ്രതീക്ഷക്കാട്ടി ഒരുപാട് ഗംഭീരമായിട്ടുണ്ട്. കുഴപ്പമില്ല. മോദിജി, നമുക്ക് ശോഭാ സുരേന്ദ്രൻ നമുക്ക് ഇവിടെ വരണം, ഞങ്ങളുടെ പരാതികളൊക്കെ തീർത്തു തരണം എന്ന് മാത്രം. ഞങ്ങൾക്ക് കുടിവെള്ളത്തിന്റെ പ്രശ്നമുണ്ട്, റോഡ് മോശമാണ്, എല്ലാം ഞങ്ങൾക്കൊന്ന് ജനങ്ങളുടെ ആവശ്യങ്ങൾക്ക് BJPയുടെ ഒരു MLA വരണമെന്നാണ് ഞങ്ങളുടേത്. ഇപ്പൊ ഈ പാലക്കാട് പല ഘട്ടങ്ങളിലായിട്ട് BJP വിജയത്തിനടുത്ത് എത്തി പരാജയപ്പെട്ടിട്ടുണ്ട്. ഇത്തവണ മാറ്റം ഉണ്ടാവും? മാറ്റം വേണം, മാറ്റം വരണം. ഈ ശോഭാ സുരേന്ദ്രന് ജനങ്ങളുടെ പിന്തുണയെ സംബന്ധിച്ച് എങ്ങനെയാണ് അഭിപ്രായങ്ങൾ? കുഴപ്പമില്ലാത്തതാണ്. 100% വിജയം ഉണ്ടാവും എന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ.